ജയാസ് വെറൈറ്റി വ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അല്ല വിശേഷം. ഇന്നൊരു വിശേഷം ഞാൻ എടുത്തിട്ടില്ല. സോറി, മാഫ് കീജിയെ. ജയോട് എല്ലാവരും മാപ്പി വയ്ക്കുമെന്നറിയാലോ. ജയ ഓടി രാവിലെ പോയി ഭണാവള്ളി പോയി, ഇപ്പം വന്നതേ ഉള്ളൂ. വന്നിങ്ങോട്ട് കേറിയിട്ട് ചോറ് ചേട്ടന് കൊടുത്തു. നമ്മുടെ ഡോഗ്സിനെല്ലാം ചോറ് കൊടുത്തു. ഞാനും കഴിച്ചു, എല്ലാരും കഴിച്ചു, മോനും അമ്മ എല്ലാരും കഴിച്ചു കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പം അതുകൊണ്ട് ഇന്നത്തെ വിശേഷം ഒന്നും എടുക്കാൻ പറ്റാത്ത കാരണം ഇന്നലെ ഒരിക്കലും ഞാൻ എടുക്കത്തില്ലാത്തല്ല. 7 മണി സന്ധ്യ ആയപ്പോ തൊട്ടുള്ള ഇന്നലത്തെ വിശേഷം, രാത്രി കിടക്കുന്നിടം വരെയുള്ള വിശേഷം വല്ലപ്പോഴും ഒക്കെ നിങ്ങൾക്ക് കാണണ്ടേ. എപ്പോഴും ജയ ഇങ്ങനെ ഒരുങ്ങി കട്ടുവല്ല് ഗമയില് പകരം മുഴുവൻ നടക്കും, ചുരിദാറും വലിച്ചു കഴിച്ച അങ്ങനെ ഇങ്ങനെയൊക്കെ ഇട്ട് അപ്പം സന്ധ്യ തൊട്ടുള്ള ജയയുടെ തനി രാക്ഷസ രൂപമൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ എടുത്തത്. അതൊന്ന് ഇന്ന് വീഡിയോ എടുക്കാൻ സമയമില്ലാത്തതാണ് മെയിൻ കാരണം കേട്ടോ. അതുകൊണ്ട് വീഡിയോ നമുക്ക് മുടങ്ങാൻ പറ്റത്തില്ല. എന്റെ സബ്സ്ക്രൈബേഴ്സിന്, എന്റെ ഫ്രണ്ട്സിന് എല്ലാവരുടെയും മുമ്പിൽ എനിക്ക് ഒരു ദിവസം പോലും വരാതിരിക്കാൻ പറ്റുമല്ലോ. നമ്മുടെ വ്യൂസും പോവും. അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. അല്ലാണ്ട് നമ്മൾ ഗമയടിക്കുന്നില്ല, എല്ലാം വേണം, എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് വീഡിയോ മുടക്കാത്തത്. അപ്പം ഇന്നലെ വൈകിട്ടൊട്ട് ഉള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇടാൻ പോകുന്നത്. അപ്പൊ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ ഇനി നമുക്ക് ഇന്നലെ സന്ധ്യ തൊട്ടുള്ള വീഡിയോയിലോട്ട് അങ്ങ് പോയേക്കാം. ഇത് ഇന്ന് രാത്രിയില് ഒരു 7 മണി തൊട്ടുള്ള വീഡിയോ കേട്ടോ. നാളെ ഞങ്ങൾ പാണാവളി പോകുന്നതിന് ഞാൻ അവന് വേണ്ടിയിട്ട് ചൈനീസ് ഓറഞ്ച് എല്ലാം കയറി പറിച്ച് ഇങ്ങനെ പറിച്ച് വെച്ചാൽ ഇത് കണ്ടോ. ഇങ്ങനെ പറിച്ച് വെച്ചാലുണ്ടല്ലോ എത്ര ദിവസം വേണേലും നമ്മുടെ ഫ്രിഡ്ജിനകത്തിരിക്കും. അത്രയും പറിച്ചെല്ലാം വെച്ചു. പിന്നെ ഞാൻ എടുത്തു വച്ചേക്കുന്നത് നമ്മുടെ ചക്കക്കുരു എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും കുറച്ച് അവന് കൊടുക്കാം. നമ്മൾ അരി ഉഴുന്നും എല്ലാം അരച്ചു വെച്ച് നാളെ രാവിലെ ഇഡ്ഡലിയാണ്. കടലക്കറി ഇന്ന് വെച്ചുകൊണ്ട് നമുക്ക് ഇന്ന് കടലക്കറിയൊക്കെ ഉണ്ട്. നാളത്തേക്ക് കടലക്കറി ഉണ്ട്. ഇന്ന് വൈകിട്ട് തട്ടുദോശയാണ് മേടിക്കുന്നത്. അപ്പം മേടിച്ച് വന്നിട്ട് ഞാൻ നിങ്ങളെ പുളിശ്ശേരി എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതും കൂടെ ഞാൻ നാളെ അവന് കൊണ്ട് കൊടുക്കുന്നുണ്ട്. കൊച്ചു കോളേജിലൊക്കെ പോയിട്ട് വന്നു. ഇന്ന് നമുക്ക് എന്നാ മനെ രാത്രിയില് തട്ടുദോശ കേട്ടോ. അതൊക്കെ നമ്മുടെ വിളക്കും എല്ലാം കത്തിച്ചു വെച്ചു. അപ്പം ഞങ്ങൾ നാമൊക്കെ ചൊല്ലിക്കഴിഞ്ഞു. കുമാരനെല്ലൂർ അമ്മയുടെ ലൈറ്റും എല്ലാം കത്തിച്ചിട്ടുണ്ട്. സന്ധ്യയായി. നമ്മുടെ നിക്കിക്കും നീലുവിനും ഒക്കെ ഞാൻ ആഹാരം എല്ലാം കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ കപ്പളത്തെ കപ്പളങ്ങ ഉണ്ടോ നോക്കാൻ പോകാം. കപ്പളത്തെ ഇതേലും കപ്പളങ്ങ ഉണ്ട്, അപ്പുറം നിൽക്കുന്നതിലും ഉണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് അവന് വേണ്ടിയിട്ട് എടുത്തു വെക്കണം. പിന്നെ നമ്മൾ 2 വാഴച്ചുണ്ടൊക്കെ കുത്തി വെച്ചിട്ടുണ്ട്. അതുമൊക്കെ ഞാൻ കൊണ്ട് കൊടുക്കും അവന്. അപ്പൊ ചേട്ടൻ മേല് കഴുകാൻ കുളിക്കാൻ പോയി. മേലല്ല, കുളിക്കാൻ പോയി. അപ്പം ഞാൻ കട്ടൻ ചായ വെക്കുവാണ്. വൈകിട്ടത്തെ കട്ടൻ ചായയും നമ്മൾ എന്തൊക്കെയാണ് കഴിക്കുന്നതെന്നും ഒക്കെ കാണിക്കാം. എന്നും ഇത് പതിവാണ് കട്ടൻ ചായ. ചേട്ടൻ മേല് കഴുകി വരുമ്പോൾ ഞാനും പോയി. ഞാൻ മേല് കഴുകി നേരത്തെ. അപ്പൊ നമ്മൾ രാത്രിയിൽ സന്ധ്യ കഴിഞ്ഞ് നാമം ചെല്ലുന്നതിന് മുമ്പ് തന്നെ മേലെല്ലാം കഴുകി എല്ലാം ഫ്രഷ് ആകുമല്ലോ. എല്ലാവരും അങ്ങനല്ലേ, മുഖമൊക്കെ കഴുകി പൊട്ടൊക്കെ ഉള്ളതുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് മാറ്റി കഴുകി എല്ലാം കഴിഞ്ഞ് നല്ല ഇതായിട്ട് നല്ല ലൂസായിട്ടുള്ള നൈറ്റിയോ ഹൗസ് ബോട്ട് ഇതൊക്കെ ഇട്ട് വേണം രാത്രി നമ്മൾ കിടന്നുറങ്ങാൻ. നമ്മൾ പകല് മൊത്തം ചുരിദാറോ അങ്ങനെയുള്ളതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ രാത്രി സന്ധ്യ കഴിഞ്ഞ് മേലെല്ലാം കഴുകി നല്ല യൂസ്ഫുള്ളായ വസ്ത്രം ധരിക്കണം. നല്ല അയഞ്ഞ വസ്ത്രം. അതാണ് ഞാൻ നൈറ്റ്. രാവിലെ ചിലപ്പോൾ എന്നെ കാണുമ്പോൾ ടിപ്സ് ചെയ്യുമ്പോൾ നൈറ്റ് ഇടുന്നത്. സന്ധ്യയ്ക്ക് കൂളിയെല്ലാം കഴിഞ്ഞ് ചില ദിവസം തല നനയ്ക്കത്തില്ല കേട്ടോ, മേല് മാത്രമേ കഴിവത്തുള്ളൂ. അപ്പൊ അതെല്ലാം കഴിഞ്ഞു. ഇന്ന് അപ്പം ചേട്ടൻ പറഞ്ഞു തട്ടുദോശയൊക്കെ മേടിക്കാം. അപ്പൊ അതിന്റെ സന്തോഷത്തിന്റെ തെല്ലാണ്. ഇന്ന് രാത്രി ഒന്നും ഉണ്ടാക്കണ്ടല്ലോ. അപ്പൊ അതിന് ഭയങ്കര സന്തോഷമല്ലേ നമുക്ക്. അപ്പൊ തട്ടുദോശയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞ് അമ്മ എന്നെടുക്കും ഒന്ന് കാണിക്കാം. തട്ടുദോശ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. ഇപ്പം ചേട്ടനുള്ള കട്ടൻ ചായ എല്ലാം എടുത്തു വെച്ച് അതിനൊപ്പം തന്നെ ഞങ്ങളെല്ലാവരും ഈന്തപ്പഴവും കശുവണ്ടി പരിപ്പും എല്ലാം ഇതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾ കഴിക്കും. ചേട്ടൻ്റെ കട്ടൻ ചായയൊക്കെ കുടിക്കാൻ വേണ്ടി വന്നു. കശുവണ്ടി പരിപ്പും ഈന്തപ്പഴവും ഉള്ള അതിനു വേണ്ടി എന്നും ഡെയിലി ഇതിവിടെ ഉണ്ട് കേട്ടോ.
അപ്പം ഇതുമൊക്കെ ഉണ്ട് മുടി വളരാനുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം ഇതുമെല്ലാം കഴിക്കുന്നുണ്ട് ഞങ്ങൾ. ഇനി മോനുള്ളതും അമ്മയ്ക്കുള്ളതും എല്ലാം കൊണ്ട് അങ്ങോട്ട് കൊടുക്കും. അപ്പം അതുകൂടെ കൊടുക്കട്ടെ. ചേട്ടനപ്പം തട്ടുദോശയൊക്കെ മേടിക്കാൻ വേണ്ടി പോയിട്ട് വരാമെന്ന് പറഞ്ഞു. പോയച്ചോ കേട്ടോ. ചേട്ടൻ ദോശ മേടിച്ചോണ്ട് വരട്ടെ. ചേട്ടൻ പോയിട്ട് വരും. അപ്പൊ ഞാൻ നാമം ചെല്ലട്ടെ കേട്ടോ. നമ ശിവായ ആദിയായ രക്ഷരങ്ങൾ കൊണ്ടുവാൻ ചുരുക്കി നല്ല കീർത്തനങ്ങൾ ചെല്ലുവാൻ ഗണേശന് മനസ്സിലുള്ള വ്യാധിവേലറത്തു ശാന്തി നൽകണം. നമ ശിവായ പാർവതീശ പാവനാശനാഗരേ. നമ്മുടെ അമ്മ സ്വന്തമായിട്ടൊക്കെ റിമോട്ടൊക്കെ ഓണാക്കിയെല്ലാം വെച്ച് നാമം എല്ലാം ചൊല്ലിക്കഴിഞ്ഞ് അമ്മ സീരിയലിനകത്ത് ഇരിക്കും അല്ലേ അമ്മ? എന്നും ഇങ്ങനെയാണ്. 10 മണി വരെ സീരിയല് കാണും. അപ്പം അമ്മ കാണട്ടെ. അമ്മ ഇഷ്ട സീരിയൽ അല്ലേ? എന്നാലും 10 മണി വരെ ഇരിക്കും കേട്ടോ. 10 മണി വരെ ഇരിക്കും. ഒത്തിരി ഇരിക്കാൻ മേലെന്ന് 10 മണി വരെ ഇരിക്കും. എന്നാ പറയാനാന്ന് പറ. അപ്പൊ അമ്മ കണ്ടോ കേട്ടോ. ചേട്ടൻ ദാ വന്നു. തട്ടുദോശയും ചിക്കൻ ഫ്രൈ ഉണ്ട്, പൊറോട്ടയുണ്ട്, ചമ്മന്തി ഉണ്ട്, എല്ലാം ഉണ്ട് അല്ലേ? എല്ലാം ആയിട്ട് അപ്പൊ ഞാനത് വെക്കട്ടെ. അപ്പൊ നമ്മുടെ എല്ലാ സാധനവും കൊണ്ടുവന്ന് എടുക്കുമ്പോ നമുക്ക് കാണാം കേട്ടോ. അപ്പൊ ഇപ്പൊ ആയില്ല, സമയം 7:30 കഴിഞ്ഞതേ ഉള്ളൂ. നമ്മുടെ സമയമൊന്നും ആയിട്ടില്ല കേട്ടോ. ഞാൻ ഞങ്ങളുടെ മുറിയിലോട്ട് കയറി. ഇനി എല്ലാവരുടെയും വീഡിയോ കുറച്ചിരുന്ന് കണ്ടു ചേട്ടൻ തട്ടുകടയിലോട്ട് പോയപ്പം. പിന്നെ ഞങ്ങൾ ഇനി വീഡിയോ എല്ലാവരുടെയും ഇരുന്ന് കാണാൻ പോവാണ്. അപ്പം ഞങ്ങളുടെ സമയമായി കേട്ടോ, 8:30 അപ്പം നമ്മുടെ തട്ടുദോശയൊക്കെ നമുക്കെല്ലാം കൂടെ റെഡിയാക്കി എടുത്ത് വെക്കാം. എടുത്തോണ്ട് വരട്ടെ. തട്ടുദോശ എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ സീരിയലിൻ്റെ അടുത്തുനിന്ന് ഓടി ഇവിടെ എത്തി കേട്ടോ. എന്നിട്ട് പറഞ്ഞു എല്ലാവർക്കും എടുത്തിട്ട് ഞാൻ വരാൻ കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്താ എല്ലാം എടുത്ത് വെച്ചേക്കുന്നു കേട്ടോ. ചേട്ടൻ എന്തൊക്കെയോ ചെന്ന് പൊക്കിയൊക്കെ നോക്കുന്നുണ്ട്. അത് അരച്ചു വെച്ചതാ നാളത്തേക്കുള്ള ഇഡലി മെഴുക്കോരട്ടിയോ. അപ്പം നമുക്ക് ഇതിനെ എടുക്കാം. അപ്പം നമുക്ക് ഓരോ സാധനമായിട്ട് എടുത്ത് പുറത്ത് വെക്കാവേ. നമുക്ക് പിന്നെ എനിക്ക് ചിക്കനൊന്നും വേണ്ട. ചേട്ടനും കൊച്ചിനും എന്താ മേടിച്ച് നോക്കാം. നമ്മുടെ പൊറോട്ട ഇതാ. എന്തോ പ്ലേറ്റ് എടുക്കാം. ചേട്ടൻ പ്ലേറ്റ് ഒക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. പൊറോട്ട ഇങ്ങോട്ട് എടുത്ത് വെക്കാം അല്ലേ? ഇങ്ങോട്ട് ഒന്നിച്ചെടുത്ത് വെച്ചിട്ട് പിന്നെ എടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഞങ്ങളിങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു കോഡ് ഇങ്ങനെ തൂക്കിയിടും. ഇതിനകത്ത് വേസ്റ്റിനെ വെക്കും. പിന്നെ നമ്മുടെ അടുത്തത് അത് നമ്മുടെ നമ്മുടെ ചിക്കൻ റോസ്റ്റ് കണ്ടോ, ഇതെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വേസ്റ്റ് ഇതിനകത്തോട്ട്. അടുത്തത് ചമ്മന്തി. ഇതാ ചമ്മന്തി ഉണ്ട്, സാമ്പാറുണ്ട്, ഗ്രേവി ഉണ്ട്, ചിക്കൻ ഗ്രേവി ഉണ്ട്. ഇത് നമ്മുടെ ദോശ. ഇത് നമുക്ക് വേറൊരു പ്ലേറ്റ് എടുക്കട്ടെ. നമ്മുടെ പ്ലേറ്റിനകത്ത് എടുത്ത് നമുക്ക് വെക്കാം. ഗ്രേവി ഉരുണ്ട് നടക്കുന്നു. ഇതാണ് എനിക്കും അമ്മയ്ക്കുള്ള ദോശ. ഞങ്ങൾ പ്രത്യേകം പറഞ്ഞാൻ വിട്ടു 3 എടുക്കാവുള്ളൂ എന്ന് പറഞ്ഞ് 3. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ പലഹാരങ്ങൾ. അപ്പം എന്താ എല്ലാം എടുത്തു വെച്ചു. ഇത് ചേട്ടനും മോനും കൂടെ ഉള്ളത്. പൊറോട്ട അവരുടേത്. പിന്നെ ഗ്രേവി ഞങ്ങളുടെ ചമ്മന്തിയൊക്കെ ഉണ്ട്. കടലക്കറി ഇരിപ്പുണ്ടല്ലോ.
ഇച്ചിരി കടലക്കറി എടുത്താൽ എനിക്ക് ഇച്ചിരി കൂട്ടായിരുന്നു. ഇനി കടലക്കറി ഇച്ചിരി ചൂടാക്കി എടുക്കാം. എനിക്ക് ഇച്ചിരി കടലക്കറിയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. എനിക്ക് ഈ ചമ്മന്തി ഒന്നും വലിയ താല്പര്യമില്ല, അതുകൊണ്ട് കടലക്കറി എടുക്കാം. ചേട്ടൻ അങ്ങനെ റെഡിയായി നിൽക്കുക കഴിക്കാൻ. അപ്പം എടുക്കട്ടെ ഓരോരുത്തർക്ക്. അപ്പൊ ഇതിനെ ഞാൻ എടുക്കട്ടെ. അപ്പൊ ഇരുന്ന് കഴിക്കാം. ഗ്രേവിക്ക് പാത്രം എടുത്തോട്ടെ. ചിക്കൻ പീസ് വലുതാണ്. അയ്യോ കച്ചറയെ പുറത്ത് വെച്ചേക്കാം. സാരമില്ല. ഇതേതാ ഗ്രേവി? ഇതാണ് രണ്ടെണ്ണം ഉണ്ടല്ലോ. ഒന്ന് സാമ്പാറാണല്ലോ കേട്ടോ. ആണോ? മറ്റേ അങ്ങോട്ട് ഇതാ ഗ്രേവി. ഇതെടുത്തോണ്ടേ തവി. സാമ്പാറാണോ? ഏതോ സാമ്പാറാണോ? സാമ്പാറാ? അല്ല അല്ലേ? സാമ്പാറും ഇതൊന്നും മനസ്സിലാകുന്നില്ല ഇപ്പൊ ഞങ്ങൾക്ക്. അവരുടെ സാമ്പാറായിട്ടാ. ഗ്രേവിയാ? അതങ്ങനെ എടുത്താ ഇപ്പൊ ഇത് പൊട്ടിക്കേണ്ടല്ലോ അല്ലേ? അപ്പം ഞങ്ങൾ എല്ലാവരും അമ്മേ അമ്മേ അമ്മമ്മ സീരിയലിനകത്തില്ലേ ചമ്മന്തി എടുക്കട്ടെ. അമ്മയുടെ ചമ്മന്തി മതിയോ? ശരി. വെള്ളം ചമ്മന്തി ഒഴിച്ചേക്കട്ടെ. ഞാനോട്ടെ വെള്ളം കൂടെ എടുത്തോണ്ട് വരാം. ചൂടുവെള്ളം എല്ലാവർക്കും ചൂടുവെള്ളം. ഒന്നും ചൂടുവെള്ളം തരട്ടെ. അപ്പൊ ഞാൻ എല്ലാവർക്കും കൊടുത്ത് നമുക്ക് തൃപ്തിയായിട്ട് വേണ്ട ഇരിക്കാൻ എല്ലാവർക്കും കൊടുത്ത ഞങ്ങൾ എന്താ ഇരുന്നു. ഇനിയിപ്പൊ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റൂമിലോട്ട് ഇരുന്ന് വീഡിയോ ബാക്കിയും കൂടെ കാണണം. ചേട്ടനാണെങ്കിൽ തമാശ കാണും ചേട്ടാ. ചേട്ടനും കുറെ യൂട്യൂബ് ചാനലുകൾ ഓരോരുത്തരുടെ കാണുന്നുണ്ട്. എന്റെ കൂട്ടുകാരെല്ലാം ചേട്ടനും കുറെ കാണുന്നുണ്ട്, മിക്കവരും കാണുന്നുണ്ട് കേട്ടോ. അപ്പം ഓരോരുത്തരൊക്കെ കേറിക്കൽ വരുന്നെന്ന് കണ്ടപ്പോ തന്നെ ഞാൻ ഇപ്പൊ ജീനാടെ തന്നെ ഞാൻ ചേട്ടനോട് ഉടനെ തന്നെ പറഞ്ഞല്ലേ, ഭയങ്കര സന്തോഷമായി. നമുക്ക് എല്ലാവരും ഉയർന്നു വരണം എന്നുള്ള സന്തോഷമല്ലേ. അപ്പം
അതും കേട്ടപ്പോ ഭയങ്കര സന്തോഷമായി. അപ്പൊ ശരിക്കും പറഞ്ഞാ ഇനിയിപ്പോ കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി ഭക്ഷണം എല്ലാം കഴിച്ച് നമ്മള് എല്ലായിടവും വൃത്തിയാക്കി എല്ലാം ഇവിടെ എല്ലാം നീറ്റാക്കി തുടച്ച് എല്ലാം വെച്ചു. അപ്പം ഞങ്ങൾ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ഇനി ഒരു പല്ലുതേപ്പുണ്ടേ. അത് എന്നും അവിടുന്ന് ചേട്ടൻ അവിടെ ആയിരുന്നപ്പോ തന്നെ എന്നും പല്ല് തേച്ചോണം രാത്രിയിലെന്നൊക്കെ എന്നോട് പറയും. പക്ഷെ എന്റെ മക്കളെ, എന്റെ കുട്ടികളെ, എന്റെ സബ്സ്ക്രൈബേഴ്സെ ഞാൻ പറ്റിക്കുമായിരുന്നു. ചില ദിവസങ്ങളിലൊന്നും പല്ല് തേക്കത്തില്ല. അവിടെ ഇരിക്കുമ്പോ നീ പല്ല് തേച്ചോ? ഞാൻ പല്ല് തേച്ചു. രാവിലെ തേക്കുന്നല്ലേ, പിന്നെ രാത്രി ഒരു പല്ല് തേപ്പ് എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് പറ്റില്ല രാത്രിയിലൊന്നും പല്ല് തേക്കാൻ. അതുകൊണ്ട് ഞാൻ ചിലപ്പോ പറ്റിക്കും. ഇപ്പൊ പക്ഷെ എന്നും തേക്കണം കൂട്ടത്തിലുണ്ടല്ലോ. അതുകൊണ്ട് ഇനി പുറത്തിറങ്ങി ഒന്ന് പല്ല് തേക്കാൻ പോവാട്ടോ. ചിലപ്പം ചേട്ടൻ പുറത്തോട്ടൊക്കെ പോകുമ്പോഴേ ഞാൻ പറ്റിക്കും. പല്ല് തേച്ചോടി. ഓ ഞാൻ തേച്ചല്ലോ. എപ്പോ ഇത്ര പെട്ടെന്നോ? ഓ അതിനെന്നാ സമയം വേണം. രാവിലെ നന്നായിട്ട് പല്ല് തേക്കുന്നല്ലോ. ഇപ്പൊ ഒന്ന് ചുമ്മാ തേച്ചങ്ങ് വിട്ടാ പോരെ. ചിലപ്പോ തേക്കത്തില്ല. ഇന്നിപ്പോ ഒന്ന് തേച്ചേക്കാം അല്ലെ? അപ്പം തേച്ചിട്ട് നമുക്ക് കാണാം. ഇനി എല്ലാ പണിയും പല്ലുതേപ്പലും എല്ലാം കഴിഞ്ഞാണ് നിങ്ങളുടെ ജയപ്രേതമാകുന്നത്. അതായത് തലമുടി നന്നായിട്ട് ചീകി കെട്ടിയങ്ങ് വെക്കും. പൊക്കി കെട്ടി വെക്കണം കേട്ടല്ലോ. അപ്പൊ മുടി ഫ്രണ്ടിലോട്ടും എല്ലാം ഇട്ട് നല്ല ഇട്ടിട്ട് ചീകിയിട്ട് വേണം അവനെ അങ്ങ് പൊക്കി കെട്ടി. എന്നും ഡെയിലി ഇങ്ങനെ തന്നെ കേട്ടോ. ഇങ്ങനെ തന്നെ എല്ലാരും ഇതുപോലെ തന്നെ ചെയ്യണം. നന്നായിട്ട് ചീകിട്ട് കെട്ടി വെക്കണം. ചീകി കെട്ടി വെക്കണം കേട്ടോ. ഇത് എങ്ങനെ അങ്ങോട്ട് പിടിക്കും. എന്നിട്ട് നമ്മളെ മുനിയില്ലേ, മുനിമാര് അതുപോലെ കെട്ടി ഇങ്ങനെ വെക്കും. ഇങ്ങനെ കെട്ടി അങ്ങ് ചെന്ന് കഴിയുമ്പോ ചേട്ടൻ ചോദിക്കും, നീ എന്നാടി മുനിയാണോ എന്ന് ചോദിക്കും. സന്യാസിനിയാണോ എന്ന് ചോദിക്കും. മുനി എന്നല്ല, സന്യാസിനിയാണോ എന്ന് ചോദിക്കും. അപ്പൊ ചേട്ടൻ ഇത് കണ്ട് ഡെയിലി ഇതൊക്കെ കണ്ട് പ്രാക്ടീസ് ആയിട്ടുള്ള ഈ രൂപങ്ങൾ. നിങ്ങൾ ആരും ഈ രൂപം കണ്ടിട്ടില്ലല്ലോ. ഇതാണ് എൻ്റെ ഒറിജിനൽ രാത്രിയിലത്തെ രൂപം. കണ്ടല്ലോ, ഇതാണ് ഒറിജിനൽ രൂപം. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇങ്ങനെ അഴിയാതെ അവിടെ ഇരുന്നോളും. അപ്പം നമ്മുടെ മുടിക്ക് ഒരു കേടും വരത്തില്ല. ചിലവരുടെ മുടിയൊക്കെ ഇങ്ങനെ അഴിഞ്ഞു പോവാണെങ്കിൽ നിങ്ങളത് നന്നായിട്ട് ഇങ്ങനെ കെട്ടിയൊക്കെ അങ്ങ് വെച്ചേക്കണം കേട്ടല്ലോ. ഇനി ഞാൻ മുറിയിലോട്ട് കയറിയിട്ട് ഇനി കുറെ ആൾക്കാരുടെ കൂടെ വീഡിയോ കാണാനുണ്ട്. അപ്പം വീഡിയോ എല്ലാം കണ്ട് പിന്നെ പുതിയൊരു പേരിലോട്ടൊരു വീഡിയോ വന്നിട്ടുണ്ട്. അതേത് വീഡിയോ ആണെന്ന് ഞാൻ നോക്കുന്നില്ല. അതൊക്കെ ഒന്ന് പോയി നോക്കണം. അതേത് വീഡിയോ ആണ്. ചാനലിന്റെ പേരൊക്കെ മാറ്റി ഒത്തിരി ആയി. ചേട്ടന് സുഖമില്ലായിരുന്നു. ഒന്നും പറ്റിയായിരുന്നു ചേട്ടന്. ചേട്ടന് സുഖമില്ല, അതുകൊണ്ട് കാണുന്നില്ലായിരുന്നു. നമ്മുടെ ആരുടെയും വീഡിയോ ഒന്നും കാണുന്നില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇനി ഞങ്ങളുടെ മുറിയിലോട്ട് കയറി ചേട്ടന്റെ വീഡിയോ, ചേട്ടൻ കുറേ വീഡിയോ ചിരിക്കുന്ന വീഡിയോകളൊക്കെ ഉണ്ട്. അതെല്ലാം ചേട്ടൻ കാണും. ഞാൻ എൻ്റെ വീഡിയോയും കാണും. എൻ്റെ വീഡിയോ അല്ല, നമ്മുടെ കൂട്ടുകാരുടെ വീഡിയോ എല്ലാം കാണും. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മുടെ ചേട്ടൻ അവിടെ കിടന്നു കേട്ടോ. കിടന്നു. തമാശയൊക്കെ കാണാൻ പോലെ മൊത്തം തമാശ കാണുള്ളൂ. തമാശ ചേട്ടൻ കാണാൻ പോന്നു. അപ്പൊ ചേട്ടൻ കണ്ടു. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഉച്ച കഴിഞ്ഞ് സന്ധ്യ തൊട്ടുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ ആയിരിക്കും ഞാൻ നാളെ ഇടുന്നത് കേട്ടോ. അപ്പൊ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. ടാറ്റാ.